ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. എത്രയോ തലമുറകൾ ഗാനാലാപന രംഗത്ത് മാറി വന്നു. എത്രയോ തലമുറകൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നു. പക്ഷെ തലമുറകൾ മാറിയെങ്കിലും ജയചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു വ്യത്യാസവുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ മാത്രമാണ്. സുഹൃത്ത് എന്നൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ ഇതിലൂടെ വല്ലാത്തൊരു സൗഹൃദം നമ്മൾ തമ്മിലുണ്ടായിരുന്നു. ആ ഒരു സൗഹൃദമാണ് എനിക്ക് പകർന്നു തന്ന, സ്നേഹം പകർന്നു തന്ന ഒരു വലിയ സഹോദരൻ്റെ നിര്യാണമാണ് ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത്. സംഗീതത്തിന് എല്ലാവർക്കും പാടാൻ കഴിയുന്ന ലാളിത്യമായ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നിരവധി ഗാനങ്ങളുടെ ഉടമയായിരുന്നു ഈ ജയചന്ദ്രൻ്റെ. തൃശ്ശൂർക്കാരുടെ ജയേട്ടൻ്റെ സ്വന്തമായിട്ടുള്ള എഴുത്തുകാരും അതിന് ഗാനം പകർന്നവരുമൊക്കെ ലോക ശ്രദ്ധയിലേക്ക് മലയാളത്തെ കൊണ്ടുപോയതാണ്. അപ്പോൾ വളരെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഇത്ര ഭാവാർദ്രമായ നിലയിൽ പ്രണയഭാവങ്ങളെ ആവിഷ്കരിക്കാൻ, വൈകാരികതകളുടെ ആ നനുനനുത്ത ഷെയ്ഡ്സ് അവതരിപ്പിക്കാൻ ജയേട്ടനോളം കെൽപ്പുള്ള മറ്റൊരു ഗായകരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.